ആ ആ ആ, ആ, അല്ല, സ്റ്റേഷനിൽ പോയിട്ട് അവരോട് എന്ത് പറഞ്ഞടാ? ജീവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞു പോലും. അതിനാ പോലീസുകാരെ വിളിപ്പിച്ചത്. അല്ല, ഇത്തരം ക്രിമിനലുകൾ പറയുന്നത് കേൾക്കാൻ ഭ്രാന്തുണ്ടോ പോലീസുകാർക്ക്? ഏ ആ, അല്ല പിന്നെ നീ പിന്നെ നിത്യയെ കണ്ടായിരുന്നോ? കണ്ടു. ആ ആ, സംസാരിച്ച സംസാരിച്ചു. എടാ, നിനക്ക് അവിടെ ഇങ്ങോട്ട് വിളിക്കാമായിരുന്നില്ലേ? നീ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ചിലപ്പോ അവക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോ സമാധാനം കിട്ടിയാല. വീണയുള്ള സ്ഥലത്ത് നിത്യയ്ക്ക് സമാധാനം. അമ്മാവന് വേറെ ജോലിയൊന്നുമില്ലേ? എടാ, എന്തായാലും നിത്യ ഇങ്ങോട്ട് വരേണ്ടതല്ലേ? അല്ല, നിങ്ങൾ തമ്മി സംസാരിച്ചപ്പോഴേ അക്കാര്യം ഒന്നും പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന പോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ആഹാ, എന്താ പരസ്പരം പറയണ്ടെന്ന് പോലും അറിയില്ല. പിന്നെ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ച് പറഞ്ഞൊപ്പിച്ചു. ഞാനിങ്ങി പോരുകയും ചെയ്തു. എടാ, നിത്യ അവിടെ അടുത്തുള്ളപ്പോഴേ നിത്യ പലതും നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ എടാ മോനെ, ഉള്ളിന്റെ ഉള്ളിലെ അവക്ക് നിന്നെ ഇഷ്ടാണെന്നറിയില്ലേ? അമ്മാവ, ഇന്ന് രാവിലെ ആ ജീവനെ പോലീസ് പിടിച്ചോണ്ട് പോയത്. അതെനിക്കറിയാലോ. അവൻ ഇപ്പോഴും ലോക്കപ്പിൽ ഇരിക്കുക. ഓ, ഇത്തരം ഒരു അവസ്ഥയിൽ ഇക്കാര്യങ്ങൾ ചിന്തിക്കാൻ മാത്രം എന്റെ മനസ്സ് തയ്യാറാവില്ല. നിത്യ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ. അത് എവിടെയെങ്കിലും വെച്ച് മുറിഞ്ഞു പോകുന്ന ഇഷ്ടമൊന്നുമല്ല. ഇനി ജീവിതം എത്ര മുന്നോട്ട് പോയാലും അതെന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അതിന്റെ പേരില് അമ്മാവൻ പോയി നിത്യയോട് സംസാരിക്കാൻ പാടില്ല. നിത്യയെ നിർബന്ധിക്കാനും പാടില്ല. എടാ, ഞാൻ പറഞ്ഞതാ ഞങ്ങളുടെ തീരുമാനം. അമ്മ അവന് മനസ്സിലായോ? ഇവന്റെ ഒരു കാര്യം. നാഗം വെട്ടാളം മൂടും പോയി. സാറേ, സാറേ, എന്താടാ? സാറേ, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. സാറേ, എന്തോടാ? ഒന്ന് മൂത്രമൊഴിക്കണം സാറേ. ഓ, എടോ പറയസേ, ആ ചാവി എടുത്തേ. ഇതാ. ഒന്നുമില്ലല്ലോ. പോലീസിന് മെനക്കെടുത്താനായിട്ട് അവൻ്റെ.
എന്താണോ നോക്കുന്നേ? നിനക്കെന്താ മൂത്രം ഒഴിക്കണ്ടേ? വാടകോട് നിന്നോടല്ലേ വരാൻ പറഞ്ഞ? വാടകോട്ട് എന്താണ് കാണിക്കുന്നത്? പിടിക്കണോ അവനെ? എനിക്ക് മാപ്പ് തരണം നിത്യ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീ നദിയിലൊടുക്കി വിട്ട റീനയുടെ ജഡമുണ്ടല്ലോ, ഇടത്തുരുത്തി എന്നൊരു സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. വാടകൊണ്ട് ആരെന്താ നേരത്തിൽ ശരവണ, ശരവണ, ജീവ, നീ എങ്ങനെ പുറത്തിറങ്ങിയത്? അച്ഛൻ്റെ രക്തത്തിൻ്റെ ഗുണം.
അച്ഛനെ പോലെ ധീരനായ സൈനികന് പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു മകൻ ജനിക്കാൻ പാടില്ലല്ലോ. ലോക്കപ്പ് ചാടുക തടസ്സമായിരുന്നു. പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാരും തടസ്സമായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ തകർത്തു. എന്റെ മോളുടെ അടുത്തേക്ക് വരരുത്. കുറച്ചു മുമ്പ് സ്റ്റേഷനിൽ വന്നപ്പോൾ നിങ്ങളോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ എന്നെ രക്ഷിക്കാൻ. അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞേ? മനസ്സിൽ എനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞു എന്ന് അല്ലേ? അച്ഛൻ പറഞ്ഞതോ? എന്നെങ്കിലും പുറത്തിറങ്ങി ഞാൻ ഇവിടെ തേടി വന്ന എന്നെ കൊല്ലാനുള്ള ചങ്കൂറ്റവും അച്ഛനുണ്ടെന്ന് അല്ലേ? അത് കാണാനാ ഞാൻ വന്നേ. ജീവനെ തടയാൻ ധൈര്യമുള്ളവർ തടയി, കൊല്ലാൻ ധൈര്യമുള്ളവർ വന്ന് കൊല്ല്. ആർക്കാണാ? പോലീസുകാരെ വിളിക്കാനാണോ? അവരാരും വരില്ലടാ. കൂട്ടത്തിൽ ചങ്ക് കയറി കിടക്കുന്നവനെ നോക്കുന്ന തിരക്കിലായിരിക്കും അവര്. അതിനിടയിൽ നീ വിളിച്ച അവരാരും വരില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഒരു ശുദ്ധികലശം നടത്താൻ. സുജാത, അമ്മ എന്താ ജീവനോട് ഏറ്റുമുട്ടി ഇവരെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഒരുപാട് ബുദ്ധിമുട്ടുമല്ലോ. എനിക്ക് കാണേണ്ടത് എൻ്റെ ഈ പെറ്റമ്മയെ. തിരിച്ചു വന്ന അന്ന് മുതൽ എന്നെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇവരെ. എത്ര നുണകള്, എത്ര കള്ളത്തരങ്ങള്. നിത്യയുടെയും ഹരിയുടെയും കല്യാണം കഴിഞ്ഞു എന്ന് എന്നെ ബോധിപ്പിക്കാൻ. അതേടാ, അതേടാ, എല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. നിനക്ക് ഞാൻ എന്തിനാടാ ഇവളെ വിട്ടു തരുന്നത്? കൊല്ലാനല്ലേ? എന്റെ മോളെ എനിക്ക് വേണം. അതുകൊണ്ടാ നിന്നെ പോലൊരു കുറ്റവാളിയോട് ഞാൻ അത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞത്. നിനക്കത് തെറ്റായിരിക്കാം, പക്ഷെ ഈശ്വരന് മുൻപിൽ അത് തെറ്റല്ല. ഈശ്വരന്മാർക്കിപ്പോൾ അവധിയല്ലേ അമ്മേ? തൽക്കാലം സൃഷ്ടിയും സംഹാരമൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അമ്മയുടെ മുമ്പിൽ ഇപ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ. അമ്മയുടെ മുമ്പിലിട്ട് ഞാൻ ഇവളെ കൊല്ലണോ, അതോ ഇവൾക്ക് വേണ്ടി അമ്മ ചാവണോ? ജീവ, അമ്മയൊന്നും ചെയ്യരുത്. വേണമെങ്കിൽ എന്നെ. അയ്യോ അമ്മ, നിനക്കുള്ള അവസരം ആയിട്ടില്ല നിത്യ. ഇത് എൻ്റെ അമ്മയുടെ ചാൻസ്. ജീവ, നീ എന്തി കാണിക്കുന്നേ? നീ എന്താ അയ്യോ
നിത്യ ജീവ ജീവ വേണ്ട വേണ്ട ജീവ 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 വേണ്ട മോനെ ജീവ ജീവ വേണ്ട ജീവ വേണ്ട നിത്യ മോളെ നിത്യ നിത്യ മോളെ 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 കഥക് തുറക്ക് എന്നാச்சு മോളെ കഥക് തുറക്ക് മോളെ നിത്യ കഥ തുറക്ക് നിത്യ 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 അമ്മ കഥ തുറക്ക് മോളെ നിത്യ നിത്യ മോളെ കഥക് തുറക്ക് നിത്യ അമ്മ അമ്മേ അമ്മേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് നായില്ലല്ലോ എന്താ മോളെ അമ്മേ അമ്മേ അമ്മ എന്നാ അമ്മേ ജീവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ജീവൻ വന്നതുപോലെ ഞാൻ കണ്ടു അയ്യോ അമ്മേ മോളെ നീ എന്താ ഈ പറയുന്നത് സ്വപ്നം കണ്ട് മോള് പേടിച്ചതാ അല്ലേ അമ്മേ മോളെ അമ്മേ நித்யாமா போலீஸ் ஸ்டேஷனுக்குள்ள இருந்து அவருக்கு நீ வெளியே வர முடியாது எதுக்கம்மா இந்த மாதிரி ஒரு பையன் മോളെ മനസ്സിൽ ഇമാതിരി തോന്നലുകൾ ഉണ്ടാവുന്നതിൽ അത്ഭുതമൊന്നുമില്ല അതും അവനെക്കുറിച്ചാവുമ്പോൾ പക്ഷേ മോളോട് അച്ഛനൊരു കാര്യം പറയാം അത് അച്ഛൻ്റെ തീരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ സംരക്ഷണം ഇനി അച്ഛൻ്റെ കയ്യിലാണ് നമുക്കിഷ്ടമല്ലാത്തവരാരും ഈ കുടുംബത്തിലേക്ക് കടന്നു വരണ്ട മോള് ധൈര്യമായിട്ടിരുന്നു സുജാത താൻ മോളോടൊപ്പം കിടന്നു நீங்க நிம்மதியா தூங்கம்மா இன்னைக்கு தான் உங்களுக்கு சுவாதந்திரம் கிடைச்சிருக்கு அவரு போயாச்சு இனி திரும்பி வரமாட்டேன் தூங்கம்மா മോൾ പേടിക്കണ്ട വാ ഇരിക്ക് അമ്മേ അയാൾ അമ്മേ മോളെ കൺമുമ്പിൽ കിട്ടിയാൽ എന്നെ അവൻ കൊല്ലാൻ തീരുമാനിക്കും അത് സത്യമാണ് അവനും നമുക്കും ഇടയിൽ ദൈവം വലിയൊരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ശിക്ഷിക്കപ്പെടും മോളെ അവൻ ശിക്ഷിക്കപ്പെടാനായി അമ്മ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കും
എൻ്റെ മോള് പേടിയൊന്നുമില്ലാതെ സമാധാനമായിട്ട് ഉറങ്ങുന്നത് ഈ അമ്മയ്ക്ക് കാണണം. വേറൊന്നിനെക്കുറിച്ചും ഇനി ആലോചിക്കാൻ നിൽക്കണ്ട. അമ്മയുടെ മോൾ ഉറങ്ങിക്കോ മോളെ.